നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നോട് പലപ്പോഴും ഗർഭിണികളും അവരുടെ കുടുംബാംഗങ്ങളും ചോദിക്കുന്ന ഒരു സംശയത്തെക്കുറിച്ചാണ്. ഗർഭിണിയായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, ഇനി അവൾക്ക് ബസ്സിൽ കയറാമോ, ബൈക്കിൽ കയറാമോ, എത്രത്തോളം റെസ്റ്റ് വേണം, അവരുടെ മുറി മുകളിലാണ്, പടി കയറി മുകളിൽ പോകാമോ, ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെയുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊന്ന് ദൂരീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗർഭം എന്ന് പറയുന്നത് ഒരു സാധാരണ ശാരീരിക പ്രക്രിയയാണ്, അതൊരു അസുഖമല്ല. ഗർഭിണിയായിക്കഴിഞ്ഞാൽ സാധാരണ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പടി കയറാൻ പറ്റും, ബൈക്കിൽ കയറാം, ബസ്സിൽ കയറാം, കാറിൽ യാത്ര ചെയ്യാം, ട്രെയിനിൽ യാത്ര ചെയ്യാം. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടുന്ന ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഉത്സവത്തിൻ്റെ കാലമാണല്ലോ, ഉത്സവത്തിന് പോവുക, അതല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയൊരു സിനിമ കാണുക, ഇതൊക്കെ ഗർഭിണികൾക്കാകാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആകാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗർഭസമയത്ത് നമുക്ക് കുറച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പനി, ചുമ വരാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്ന് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വയറിളക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാനായിട്ടൊരു മാസ്ക് ഇട്ട് പോവുകയും നല്ല ഭക്ഷണം കിട്ടുന്നിടത്ത് മാത്രം കഴിക്കുകയും അല്ലെങ്കിൽ വീട്ടിൽ വന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ മതി. ബൈക്കിൽ കയറാമോ എന്ന് ചോദിച്ചാൽ, ബൈക്കിൽ കയറുന്നത് കൊണ്ട് ഒരു പ്രഗ്നൻസിയും അബോർഷൻ ആവുകയില്ല. എല്ലാവർക്കും ആദ്യത്തെ 4 മാസം അതാണ് ഭയം, ബൈക്കിൽ കയറിപ്പോയി കഴിയുമ്പോൾ അബോർഷൻ ആകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ടൊന്നും ഒരു ഗർഭവും അബോർഷൻ ആവുകയില്ല. നമുക്ക് ആദ്യത്തെ 3 മാസങ്ങളിൽ അബോർഷൻ ആകുന്നതിൻ്റെ പ്രധാന കാരണം എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളാണ്. പിന്നെ 7-ാം മാസം 8-ാം മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബൈക്കിലൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഗട്ടറിലൊക്കെ ചെന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉളുക്കാൻ, മസിലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സന്ധിബന്ധങ്ങളും ഒന്ന് അയച്ചു വയ്ക്കും, കാര്യം പ്രസവത്തിനുള്ള മുന്നോടിയായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ബൈക്കിലൊക്കെ ഗട്ടറിലൊക്കെ വീഴാതെ ബൈക്കിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എപ്പോഴാണ് ഒരു ഗർഭിണി എപ്പോഴെങ്കിലും ഒരു ഗർഭിണി ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഗർഭിണി സാധാരണഗതിയിൽ, അതായത് വേറെ അപകട സാധ്യതകളൊന്നുമില്ലാത്ത ഗർഭമാണെങ്കിൽ ഗർഭിണി ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ബെഡ് റെസ്റ്റ് നമ്മൾ പറയുന്നത് ആകെ ഒരേ ഒരു കാര്യത്തിനാണ്, അതായത് അവരുടെ മറുപിള്ള ഗർഭപാത്രത്തിൻ്റെ മുകളിലിരിക്കുന്നതിന് പകരം താഴെ ഇരിക്കുകയാണെങ്കിൽ, ഗർഭാശയത്തിൻ്റെ മുഖത്തിൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ പ്ലസൻറ്റ പ്രീവിയ എന്ന് പറയും. അത് ചെറിയ ഗ്രേഡ് പ്ലസൻറ്റ പ്രീവിയയ്ക്കൊന്നും ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. അത് ഒരു സെൻട്രൽ പ്ലസൻറ്റ പ്രീവിയ അല്ലെങ്കിൽ മേജർ പ്ലസൻറ്റ പ്രീവിയ, അതായത് ഗർഭപാത്രത്തിൻ്റെ മുഖം കംപ്ലീറ്റ് ആയിട്ട് അടച്ചുകൊണ്ടാണ് ഈ മറുപിള്ള ഇരിക്കുന്നതെങ്കിൽ അവർക്ക് ബെഡ് റെസ്റ്റ് വേണം, അല്ലെങ്കിൽ അവർക്ക് ബ്ലീഡിങ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് 5-ാം മാസത്തിന് മുമ്പ് തന്നെ 2-3 പ്രാവശ്യം നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 12 ആഴ്ചയിലെ സ്കാനിൽ കാണാൻ പറ്റിയില്ലെങ്കിലും 5-ാം മാസത്തിലെ സ്കാനിൽ നമുക്ക് ഈ പ്ലസൻ്റയുടെ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ പ്ലസൻ്റ മുകളിലായിരിക്കും, പക്ഷേ അതിൻ്റെ അറ്റം താഴേക്ക് വന്നു എന്നിരിക്കാം. അപ്പോൾ അവർ ലോ ലൈയിങ് പ്ലസൻ്റ എന്ന് പറയും. അത് കേട്ടിട്ട് ജോലികളൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ഗർഭിണികളുണ്ട്, ശരീരമനങ്ങാതിരിക്കുന്ന ഗർഭിണികളുണ്ട്, ഭയക്കുന്ന ഗർഭിണികളുണ്ട്. ഈ 5-ാം മാസത്തിൽ ലോ ലൈയിങ് ആയിട്ടിരിക്കുന്ന, അതായത് കുറച്ച് താഴേക്ക് വന്നിരിക്കുന്ന പ്ലസൻ്റ എല്ലാം നമ്മൾ കാണുന്നത് 7-ാം മാസം ആകുമ്പോഴത്തേക്ക് മുകളിലേക്ക് കയറിപ്പോയിരിക്കും. ഇനി അതിനു മുമ്പ് 4-ാം മാസത്തിലൊക്കെ പ്ലസൻ്റ താഴെയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും വലിയ ബെഡ് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഒരാൾ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യാം. പക്ഷേ ആ സമയങ്ങളിൽ, അതായത് പ്ലസൻ്റ മുകളിൽ കയറി പോകുന്നത് വരെ ലൈംഗിക ബന്ധം ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രഷർ ഉള്ള ഗർഭിണിയാണെങ്കിൽ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയും. കാര്യം അവർക്ക് സാധാരണ ജോലികൾ പ്രഷർ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ മുഖം തുറന്നു വരുന്ന സർവൈക്കൽ ഇൻകോമ്പറ്റൻസ് എന്ന ഒരു അസുഖമുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ഇട്ടിട്ടില്ല,
മരുന്ന് കൊണ്ടാണിത് ചികിത്സിക്കുന്നതെങ്കിൽ അവർക്കും കുറച്ച് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത ഗർഭിണികൾ, ഈ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഗർഭിണികൾക്ക് സാധാരണ പോലെ ജോലി ചെയ്യാം. അവരുടെ ശാരീരിക അസ്വസ്ഥത അനുവദിക്കുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യാം. പിന്നെ ഗർഭം അങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ കുനിയുകയോ നൂരുകയോ ഒക്കെ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. അത് മസിൽ അവിടെ ഇവിടെയും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്ദി, നമസ്കാരം.